ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫീഡിംഗ് കുർത്ത ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടോപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ ടോപ്പ് തയ്ക്കുന്നത് പോലെ തന്നെയാണ് മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിന് സിബ് വെക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. 10.25 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ 10.25 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് അളക്കുമ്പോൾ നമ്മുടെ ബസ്റ്റ് പോയിന്റ് വരുന്ന ഭാഗം, അതായത് എപ്പെക്സ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടക്കിന് വരുന്ന പോയിന്റ്, അതായത് ബേസ്റ്റിന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം. ഇവിടെ 10.5 ആയിരുന്നു. അപ്പോൾ ഒരു 4 ഇഞ്ചും കൂടെ ഞാനിവിടെ എക്സ്ട്രാ എടുത്തിട്ട് 10.25 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തു. ആ 10.25 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ 2 പീസായിട്ട് കിട്ടി. ഇനി 2 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പീസിലേക്കും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടുണ്ടായിരുന്നു, അതിലൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന ആ 2 ഇഞ്ച് പീസിനെ നടു ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് വെച്ചു കൊടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പെടുത്ത് തയ്ക്കുക. ഇതാ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആ താഴെയുള്ള പീസും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സിബ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും ഓപ്പൺ ആക്കാം, ഇതിനെ അങ്ങോട്ടും ഓപ്പൺ ആക്കാം. ആ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ സിബ് തയ്ക്കുന്നത് പോലെ തന്നെ ഈ 2 തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സിബ് തയ്ച്ച് കൊടുക്കാൻ പോവാണ്. ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമ്മളിതാ കട്ട് ചെയ്ത് കളയാണ്, അതായത് ഈ ലോക്കിന് തൊട്ട് മുൻപിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെന്നിങ്ങനെ ഉരുക്കി കൊടുക്കാം. അപ്പോൾ അതൊട്ടും ആ നൂലിങ്ങനെ വിട്ട് വിട്ട് പോരില്ല. സെൻറ്ററിൽ നിന്നാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ തയ്ച്ച് കൊടുത്തിരിക്കുന്ന ഈ തുണിയെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബിലോട്ട് വെച്ച് തയ്ക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുത്തതിന് ശേഷം സിബിലേക്ക് വെച്ച് തയ്ക്കാം. അപ്പോൾ 2 സ്റ്റിച്ചിങ് ഇവിടെ വരും. അത് ഒഴിവാക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ മടക്കുക, സിബിലേക്ക് വയ്ക്കുക, തയ്ക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻറ്റർ മാർക്കിങ്ങിനോട് ചേർത്ത് വയ്ക്കുക. ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമ്മളിതാ ഇവിടെ ആ താഴത്തെ പീസിൻ്റെ സെൻറ്റർ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ താഴേക്ക് തയ്ക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഒരു സൈഡ് തയ്ച്ചെടുത്തു. ഈ സെയിം മെത്തേഡിൽ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതാ നമ്മൾ സിബ് തയ്ച്ചെടുത്തു. നമുക്ക് ഈ സിബ് പുറത്തേക്ക് കാണാതിരിക്കാനായിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള 3 പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ നടുവിലും ഇങ്ങനെ മടക്കി കൊടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. നമ്മൾ തയ്ക്കുന്നത് ഈ സിബിൻ്റെ മേലെയായിട്ട്, അതിലാണ് നമ്മളത് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളിതാ ഈ ഒരു തുണിയെ തയ്ച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഈ സിബ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക, ഇതിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ അഴിച്ചെടുത്തിട്ട് വീണ്ടും കുറച്ച് കയറ്റി വെച്ച് തയ്ക്കുക. ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ തുണിയെ ഇങ്ങനെ പതിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവാണ്.
ഈ റണ്ണറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതിനൊന്ന് തുറന്നു വെക്കുക 2 സൈഡിലോട്ടും, എന്നിട്ട് തയ്ക്കുക. അല്ലെങ്കിൽ ഈ റണ്ണറിൻ്റെ മേലെ സൂചി കയറാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമ്മുടെ സൂചി ഒടിയും. ഈ സിബിൻ്റെ മേലെ വെച്ച് കൊടുത്ത പോലെ തന്നെ മുകളിലും താഴെയായിട്ട് സെയിം ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മളിതാ ഈ സിബിനെ ഇങ്ങനെ അടച്ചിട്ട് ഈ ഒരു ഭാഗത്തിനെ ഇങ്ങോട്ട് താഴ്ത്തി വെച്ചാൽ ഇത് ലോക്കായി. ഇനി ഇത് തന്നെ ഇങ്ങോട്ട് നീങ്ങില്ല. നമ്മളിതിനെ മുകളിലേക്ക് ആക്കിയിട്ടാണ് ഈ സിബ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പണായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനർ കുർത്ത പോലെ തന്നെയാണ് ഇതിരിക്കുക. അതായത് യോക്ക് സെപ്പറേറ്റ് നമ്മൾ തയ്ക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു ടോപ്പും നമുക്ക് കിട്ടുന്നത്. ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന സിബ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.